ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പ്രതികരിക്കാൻ. ചാണ്ടി ഉമ്മൻ, ആശ്വാസകരമായ വാർത്ത. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അടക്കം നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് അങ്ങേ അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാർത്തയുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതിന്റെ ഓർഡർ വരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓർഡറിന്റെ കയ്യിൽ കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉത്തരവ് കിട്ടിയാൽ വളരെ ആശ്വാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാം. ചാണ്ടി ഉമ്മൻ, ഇവിടെ ഉമ്മൻചാണ്ടി മുൻപ് നടത്തിയ ഇടപെടലുകൾ നമ്മളിപ്പോൾ ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ഗവർണർ, ഏറ്റവും ഒടുവിൽ കാന്തപുരത്തിന്റെ ഇടപെടലും ഇതിൽ പ്രധാനമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുടുംബം, ഈ തലാലിന്റെ കുടുംബം അനുനയത്തിന് തയ്യാറായിരുന്നില്ലല്ലോ. കാന്തപുരവുമായി എടുത്ത പണ്ഡിതന്റെ ഇടപെടൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ, ഇതിനകത്ത് എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഓർക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഞാൻ 6 മാസം മുമ്പ് കണ്ടപ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദരണീയനായ കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം അന്ന് തൊട്ട് ഈ നിമിഷം വരെ സ്വസ്ഥമായിട്ടിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വളരെയധികം പ്രവർത്തനങ്ങൾ പലരെ വിളിച്ചു, പലരുമായിട്ട് സംസാരിച്ചു. വിദേശകാര്യ വകുപ്പിൽ ഇന്ത്യയുടെ ചാർജുള്ള ആൾക്കാരെ, പേയ്മെന്റ് ചാർജുള്ള ഓഫീസറിനെ വിളിച്ചു, അങ്ങനെ രാജകുടുംബത്തിലെ അംഗങ്ങളെ വിളിച്ചു, അദ്ദേഹം ബിസിനസ്സുകാരെ വിളിച്ചു. എന്ത് ചെയ്യാനും അദ്ദേഹം മുന്നോട്ട് വന്നത് ഏറ്റവും ശ്ലാഘനീയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ ഇതിനുവേണ്ടി സുപ്രീം കോടതി വരെ പോയി കേസ് കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് പരമാവധി ഇടപെടിക്കണമെന്ന് പറഞ്ഞ് അവരെയും അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒക്കെ എല്ലാവരും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെയാണ് ആദരണീയനായ അബൂബക്കർ മുസ്ലിയാർ അവർകൾ, അദ്ദേഹത്തിന്റെ വളരെ ക്രാന്തദർശിത്വമുള്ള ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളതും അവിടുത്തെ യമൻ ഭരണാധികാരികളെയും യമനിലെ മതപണ്ഡിതരെയും ഒക്കെ ഏകോപിപ്പിച്ച് അദ്ദേഹം ശ്രമം നടത്തിയത് ഇപ്പോൾ ഈ തരുണത്തിൽ ഞാൻ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് നമുക്ക് മറക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ ഇനിയും ഇടപെടൽ ഉണ്ടാവണം. ഇവരുടെ എല്ലാം ബന്ധമുണ്ടാവണം. നമുക്ക് ഈ ഓർഡർ കിട്ടുന്നവരെ, ആ ഓർഡർ മരവിപ്പിച്ചു അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്നുള്ളൊരു ഓർഡർ കിട്ടുന്നവരെ നമ്മൾ എല്ലാവരും കൂട്ടായി ഇതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദിയാധനം സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ എത്രയാണ് അവർക്ക് ഈ നഷ്ടപരിഹാരം നൽകേണ്ടി വരിക? അതിൽ ഇനി ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ഊർജിതപ്പെടുത്തേണ്ടി വരും. അതിൽ ചാണ്ടി ഉമ്മന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? അല്ല, അത് നമുക്ക് അബ്ദുൾ റഹീമിന്റെ ഉൾപ്പെടെയുള്ളവരോട്, അവരുടെ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അവരൊരു തീരുമാനം ആ ഒരു തലത്തിൽ എത്തുമ്പോൾ നമുക്ക് ആ തീരുമാനത്തിലേക്ക് എത്താം. കാരണം ഇപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, മെയിൻ ഓർഡർ വരട്ടെ. ഓർഡർ വരുമ്പോൾ നമ്മൾ അതിനെ പുറത്ത് ചർച്ച ഉണ്ടാവും. തീർച്ചയായും. വളരെ നന്ദി ചാണ്ടി ഉമ്മൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.